പ്രിയമുള്ള പ്രേക്ഷകരെ, നിങ്ങളുടെ നാളെ 1200 ചിങ്ങം 6-ാം തീയതി, അതായത് 2024 ഓഗസ്റ്റ് മാസം 22-ാം തീയതി ഗുരുവാരം വ്യാഴാഴ്ച. നാളെ വ്യാഴാഴ്ച കാലത്ത് തൃശ്ശൂരിൽ സൂര്യോദയം 6:19 അസ്തമയം 6:36 നാളത്തെ രാഹുകാലം ഉച്ചയ്ക്ക് 1:30 മുതൽ 3 മണി വരെയുള്ള സമയമാകുന്നു. അതായത് നമ്മുടെ പ്രാദേശിക സൂര്യോദയ പ്രകാരം 1:49 മുതൽ 3:19 വരെയുള്ള സമയമാകുന്നു രാഹുകാലമായി നാം പരിഗണിക്കേണ്ടത്. നാളത്തെ നക്ഷത്രം വളരെ ശക്തമായ ഉത്രട്ടാതി നക്ഷത്രമാകുന്നു. ഉത്രത്രയത്തിൽപ്പെടുന്ന ശുഭനക്ഷത്രമാകുന്നു ഉത്രട്ടാതി. ഉത്രം, ഉത്രാടം, ഉത്രട്ടാതി ഈ നക്ഷത്രങ്ങൾ ചോറൂൺ മുതലായ ശുഭകാര്യങ്ങൾക്കും പലപ്പോഴും വിവാഹത്തിനും ഏറ്റവും നല്ല നക്ഷത്രമായി നാം പരിഗണിക്കുന്നു. യാത്ര പോകാനും സാമ്പത്തികമായ വാങ്ങൽ കൊടുക്കൽ കർമ്മങ്ങൾക്കും ഉത്രട്ടാതി നക്ഷത്രം വളരെ ശുഭമാകുന്നു. നാളത്തെ തിഥി കറുത്തപക്ഷത്തിലെ തൃതീയ തിഥിയാകുന്നു. തിഥി പ്രായണ കറുത്തപക്ഷം 5-ാം തീയതി വരെ ശുഭമാകുന്നു. അതിനാൽ നാളെ നല്ല ശുഭമാകുന്നു. വെൽത്ത് മാനേജ്മെൻറ്റിൻ്റെ പ്ലാനറ്റ് ആകുന്നു വ്യാഴം. ആ വ്യാഴത്തിൻ്റെ ദിനം ശുഭനക്ഷത്രമായ ഉത്രട്ടാതി ശുഭകാര്യങ്ങൾ ചെയ്യുന്ന സാമ്പത്തികമായ വാങ്ങൽ കൊടുക്കൽ കർമ്മങ്ങൾക്ക് അനുകൂലമായ വിദ്യയ്ക്ക് വേണ്ടി സംഭാവനകൾ ചെയ്യാൻ കഴിയുന്ന നക്ഷത്രം, നല്ല തിഥി എല്ലാം അനുകൂലമാകുന്നു. നാളത്തെ ശുഭ മുഹൂർത്തവും നിങ്ങൾ ശ്രദ്ധിക്കുക. നാളെ 9:20 മുതൽ കാലത്ത് 10 മണി വരെയുള്ള സമയം ശുഭകാര്യങ്ങൾക്ക് നിങ്ങൾക്ക് വിനിയോഗിക്കാം. അതേ രീതിയിൽ ഉച്ചയ്ക്ക് 12:10 മുതൽ 1:30 രാഹുകാലം വരെയുള്ള സമയവും നിങ്ങൾക്ക് ശുഭകാര്യങ്ങൾക്കായി സ്വീകരിക്കാവുന്നതാണ്. ഉത്രട്ടാതി പ്രായണ വളരെ ശക്തമായ ശനി ഭരിക്കുന്ന നക്ഷത്രമാകുന്നു. പൂയം മനിയുടെ ഉത്രട്ടാതി ആത്മീയമായ വിഷയത്തിൽ സ്പിരിച്വലി വളരെ ശക്തമായ തങ്ങളുടെ സാന്നിധ്യം അറിയിക്കുന്ന നക്ഷത്രമാകുന്നു ഉത്രട്ടാതി. ഇന്ന് ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് 7 ശനിയുടെ കാലമാകുന്നു. ശനി 12-ാം ഭാവത്തിൽ നിൽക്കുന്നു. അതിനാൽ ശനീശ്വര പ്രീതി ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് വളരെ ശുഭകരമാണ്. അനുഷ്ഠിക്കുക. ഓം ശം ശനീശ്വരായ നമഃ എന്ന മന്ത്രത്തിലൂടെ ശനീശ്വരനെ നിങ്ങൾ പ്രീതിപ്പെടുത്തുക. എല്ലാ ശനിയാഴ്ചയും കാലത്ത് ശനിയുടെ കാലഹോര ഉദ്ദേശം 6:15 മുതൽ 7:15 വരെയുള്ള സമയം എള്ള് എണ്ണ ഒഴിച്ച് 2 തിരി അല്ലെങ്കിൽ 5 തിരി വിളക്ക് കത്തിക്കുക. എന്നിട്ട് ശനീശ്വരനെ ഭജിക്കുക. ശനിയാഴ്ചകളിൽ പാവപ്പെട്ടവർക്ക് നിങ്ങളുടെ കൈകൊണ്ട് ഉണ്ടാക്കിയ ഭക്ഷണം ദാനം ചെയ്യുക. ഏറ്റവും അധികം ദാനത്തിലൂടെ സന്തോഷിക്കുന്ന ദേവതയാകുന്നു ശനി. അതിനാൽ എല്ലാ ശുഭകർമ്മങ്ങളും ചെയ്യുക. നല്ലൊരു നാളെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.